Good morning. Today going to talk about types of inspection. Operation management 15th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ. അതിൽ 3 ടൈപ്പ് ഇൻസ്പെക്ഷൻ ആണ്. ഫസ്റ്റ് പീസ് ഓർ ഫസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, ഫ്ലോർ ഇൻസ്പെക്ഷൻ, സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ. ഫ്ലോർ ഇൻസ്പെക്ഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനറി ഇൻസ്പെക്ഷൻ ആൻഡ് റോമിംഗ് ഓർ പട്രോൾ ഇൻസ്പെക്ഷൻ. ഫസ്റ്റ് type of inspection ആണ് first phase or first of inspection. The inspection is used for product made in automatic and semi-automatic machine. The inspection is done before starting the production run. അതായത് ഈ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കോ സെമി ഓട്ടോമാറ്റിക് മെഷീൻസിലാണ്. ഇൻസ്പെക്ഷൻ ബിഫോർ സ്റ്റാർട്ടിംഗ് റൺ. ആഫ്റ്റർ മെഷീൻ ഇസ് സെറ്റപ്പ് ദ ഫസ്റ്റ് വർക്ക് പീസ് ഇസ് മെഷീൻ ദ ഫസ്റ്റ് പീസ് ചെക്ക്ഡ് കെയർഫുള്ളി. ആദ്യം നമ്മൾ മെഷീൻ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് പീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യും. ഇഫ് ദ ഡയമെൻഷൻസ് ആർ കറക്റ്റ് ദെൻ മെഷീൻസ് ഹാൻഡ് ഓവർ ദ ഓപ്പറേറ്റർ. അത് കറക്റ്റ് ആണെങ്കിൽ മെഷീൻ ഹാൻഡ് ഓവർ ചെയ്യും. ദ റൂട്ടീൻ ഫംഗ്ഷൻ ഈസ് സ്റ്റാർട്ട്. പിന്നെ സാധാരണ പോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യും. ഇഫ് ദ ഫസ്റ്റ് പീസ് ഇസ് ഡിഫക്റ്റീവ് ദെൻ ദ മെഷീൻ ഈസ് റീസെറ്റ്. ഫസ്റ്റ് പീസ് ഡിഫക്റ്റീവ് ആയിട്ടാണ് കിട്ടണമെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യും. ആ മെഷീനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആഫ്റ്റർ കറക്റ്റ് ദ വർക്ക് പീസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദ മെഷീൻ ഹാൻഡ് ഓവർ ടു ഓപ്പറേറ്റർ. അത് വർക്ക് പീസ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഓപ്പറേറ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായാലും ആദ്യത്തെ 2 ഉണ്ടാക്കി ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2 നമ്മൾ 1-2 ഉണ്ടാക്കിയിട്ട് അതിൽ 1 എടുത്തിട്ട് പീസ് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതാണ് ഫസ്റ്റ് പീസ് ഓർ ഫസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോർ ഇൻസ്പെക്ഷൻ ആണ്. ഇൻസ്പെക്ഷൻ ഡൺ അറ്റ് ദ പ്ലേസ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഷോപ്പ് ഫ്ലോർ. ഷോപ്പ് ഫ്ലോറിൽ നിന്നിട്ട്, അതായത് എവിടെയാണോ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് ഫ്ലോർ ഇൻസ്പെക്ഷൻ എന്ന്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റേഷനറി ഇൻസ്പെക്ഷനും ഒന്ന് പട്രോൾ ഓർ റോമിംഗ് ഇൻസ്പെക്ഷനും. When the inspector is stationed at one place, then it is called stationary inspection. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ പ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിൽ നിന്നിട്ട് അവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റേഷനറി ഇൻസ്പെക്ഷൻ. അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതാണ് സ്റ്റേഷനറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ഡൺ ഇൻ അസംബ്ലി ഇൻ പ്രൊഡക്ഷൻ ലൈൻ. മെയിനായിട്ട് ഇത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നിട്ട് എല്ലാതും ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ മാസ് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ലേ ഔട്ട് ഈസ് യൂസ്ഡ്. മാസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ലേ ഔട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. മെറ്റീരിയൽ മൂവ് പെർട്ടിക്കുലർ പാത്ത്. ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന്. ഇൻസ്പെക്ഷൻ ഇസ് ഡൺ ഇൻ ലൈൻ ഇസ് ഇൻ ടു പ്രൊഡക്ഷൻ പ്രോസസ്സ്. ബൈ ദിസ് ഇൻസ്പെക്ഷൻ ഡിഫക്റ്റ് ദ പ്രൊഡക്റ്റ് ആർ ഫൗണ്ട് ഇറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. ആദ്യത്തെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡിഫക്റ്റ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാലാണ് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് വിടുന്നത്. ഇൻസ്പെക്ഷൻ റിമൂവ്സ് ഡിഫക്റ്റീവ് പീസസ് ആസ് വെൻ ആൻഡ് ഫാൾട്ട് ഒക്കേഴ്സ്. എപ്പോഴാണ് ഡിഫക്റ്റീവ് പീസസ് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്തിട്ടാണ് മറ്റേതിലേക്ക് വിടുള്ളൂ. നെക്സ്റ്റ് പട്രോളിംഗ് ഓർ റോമിംഗ് ഇൻസ്പെക്ഷൻ. വെൻ ദ ഇൻസ്പെക്ടർ ഇസ് മൂവിങ് അറൌണ്ട് ദ ഷോപ്പ് ഫ്ലോർ ആൻഡ് ക്യാരി ഔട്ട് ദ ഇൻസ്പെക്ഷൻ ദെൻ ഇറ്റ് ഇസ് കോൾഡ് പെട്രോൾ ഓർ റോമിംഗ് ഇൻസ്പെക്ഷൻ. അതായത് അവിടെ റൗണ്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതിനെയാണ് പട്രോൾ ഓർ റോമിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ദ ഇൻസ്പെക്ടർ ചെക്ക് ദ വർക്ക് പീസ് ആസ് ആൻഡ് വെൻ ദേ ആർ ബീങ് മെയ്ഡ്. ഓരോ പീസും നമ്മൾ ചെക്ക് ചെയ്യും. ദ സ്റ്റോപ്സ് മെഷീൻ ഇഫ് ദ ഡിഫക്റ്റീവ് പീസസ് ആർ ഡ്യൂ ടു മെഷീൻ ഫാൾട്ട്. ഏതെങ്കിലും പീസ് ഡിഫക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് റീസെറ്റ് ചെയ്യും. മെഷീൻസൊക്കെ റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. റോമിംഗ് ഇൻസ്പെക്ഷൻ ദ മെഷീൻസ് നോട്ട് അലൗഡ് ടു ഗോ ഔട്ട് ദ സ്പെസിഫൈഡ് ലിമിറ്റ്. അതിനെ ഒരിക്കലും നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കൗണ്ട് കൂടുതലിടാനോ ഒന്നും നമ്മൾ ചെയ്യില്ല. അതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡിഫക്റ്റീവ് പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇൻസ്പെക്ഷൻ ഈസ് പ്രിവെൻറ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് ഹെൽപ്സ് ടു വർക്ക് ഏൺ മോർ ഇൻസെൻറ്റീവ്, പ്രിവെൻറ്റ് ദ വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ടൈം ആൻഡ് എഫർട്ട്. ഇത് കുറച്ചും കൂടി പ്രിവെൻറ്റീവ് നേച്ചറാണ്. അത് നമുക്ക് കുറച്ച് ബെനിഫിഷ്യലാണ് കുറച്ചും കൂടി. അതായത് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നു. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഇൻസ്പെക്ഷനിൽ ഡിഫക്റ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ അപ്പോൾ തന്നെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നു. ഹെവി ആൻഡ് ലൈറ്റ് വർക്ക് പീസസിന് ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഹാൻഡ്ലിങ് ലെസ് ആണ്. നോട്ട് പ്രൊഡക്ഷൻ ഡിലേ ചെയ്യില്ല. കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിലേ ചെയ്യില്ല. വർക്കർ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ നോട്ട് വാഷ് ഇൻ ട്രാൻസ്പോർട്ടിങ് വർക്ക് പീസ്. അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യണില്ല. ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. നോ പോസിബിലിറ്റി ഓഫ് മിക്സിങ് ഡിഫക്റ്റീവ് ആൻഡ് ഗുഡ് പാർട്ടുകൾ ഒരിക്കലും മിക്സ് ചെയ്യപ്പെടില്ല. ഡിഫക്റ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ അത് എടുത്ത് മാറ്റും. ഫർദർ ചെക്കിംഗ് ഓഫ് റീസെറ്റിംഗ് ഓഫ് മെഷീൻ ഈസ് പോസിബിൾ. വീണ്ടും ചെക്ക് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആർ ഡിസ്റ്റർബ്ഡ്. ഓപ്പറേറ്റേഴ്സിന് ഡിസ്റ്റർബൻസ് ആണ്. ഇൻസ്പെക്ടേഴ്സ് മേ ഡു ഇൻസ്പെക്ഷൻ വിത്ത് ബയാസ്. ഇൻസ്പെക്ടേഴ്സ് ചിലപ്പോൾ മിസ്റ്റേക്ക് ഇല്ലാത്ത പ്രൊഡക്റ്റും ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റാറുണ്ട്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പൈലപ്പ് നിയർ ദ മെഷീൻ ഡ്യൂ ടു ഇൻസ്പെക്ഷൻ ഡിലേ. ഇൻസ്പെക്ഷൻ ഡിലേ വന്നു കഴിഞ്ഞാൽ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിടേണ്ടതായിട്ട് വരും.
പ്രിസിഷൻ ആൻഡ് കോസ്റ്റ്ലി ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് ബി ബ്രോട്ട് ടു ദ ഷോർ ഫ്ലോർ. നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്ന കോസ്റ്റ്ലി ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ്റനൻസ് ഓഫ് ഇൻസ്പെക്ഷൻ റെക്കോർഡ്സ് ഇസ് ഡിഫിക്കൽട്ട്, റെക്കോർഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. റിജക്ഷൻ ഓഫ് വർക്ക് പീസ് ഓഫ് സ്പോട്ട് മേ ക്രിയേറ്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടേഴ്സ്. അതിൻ്റെ ഇടയിൽ മാറ്റുമ്പോൾ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. സൂപ്പർവിഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ് ഇസ് ഡിഫിക്കൽട്ട്. ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക് ഡിസ്റ്റർബ്ഡ് ഡ്യൂ ടു നോയ്സ്, വൈബ്രേഷൻ ആൻഡ് ക്രിയേറ്റഡ് ഇൻ ദ ഫ്ലോർ. ഷോ ഫ്ലോറിൽ നിന്നിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈബ്രേഷൻ ഉണ്ടാവാനും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻസ്പെക്ടേഴ്സ് ഹാസ് ടു ക്യാരി ടൂൾ കിറ്റ് ടു പ്ലേസ് വെർ ദ ഇൻസ്പെക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട്. എവിടെയാണെന്ന് നടക്കുന്നത് വെച്ചാൽ അവിടേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. ഇനി സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് വ്യൂ റൂം ഇൻസ്പെക്ഷൻ ഓർ ലാബ് ഇൻസ്പെക്ഷൻ ആണ്. ഇൻസ്പെക്ഷൻ ഈസ് ഡൺ ഇൻസ്പെക്ഷൻ ബൂത്ത്സ് ലൊക്കേറ്റഡ് ഇൻ കൺവീനിയൻറ്റ് പ്ലേസസ്. ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് ഓരോ ബൂത്തുകൾ ഉണ്ടായിരിക്കും. അത് ഓരോ കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ദ പ്രൊഡക്റ്റ് ആർ ബ്രോട്ട് ഇൻ ടു ഇൻസ്പെക്ഷൻ ബൂത്ത് ഫ്രം ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൽ നിന്ന് ബൂത്തിലേക്ക് കൊണ്ടുവരും. ദ പ്രൊഡക്റ്റ് ആർ ഇൻസ്പെക്റ്റഡ് there and after inspection are sent back to the production centers. വീണ്ടും നമ്മൾ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലേക്ക് അയക്കും. The inspection booth will be maintained at required temperature, humidity to maintain accuracy or precision of measuring instrument. അവിടുത്തെ ആ ഇൻസ്പെക്ഷൻ റൂമിൽ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യും. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ നോട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്ക് ആ ഓപ്പറേറ്ററുടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഓപ്പറേറ്റർക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇൻസ്പെക്ടർ ഡു ഇൻസ്പെക്ഷൻ വിത്തൗട്ട് ബയാസ്. നമുക്ക് തെറ്റൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ബൂത്തിലിരുന്നിട്ട്, അതായത് ഒരു പ്രത്യേക പ്ലേസിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. നോ പൈലിംഗ് ഓഫ് വർക്ക് പീസ് നിയർ ദ മെഷീൻ്റെ അടുത്ത് കൂടി കിടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇൻസ്പെക്ഷൻ ആക്യുറേറ്റ് ആവും. കോസ്റ്റ്ലി ആൻഡ് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ്. വില കൂടിയ എക്യുപ്മെൻസും ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മെയിൻ്റനൻസ് റെക്കോർഡ് ചെയ്യാൻ ഈസിയാണ്. റിജക്ഷൻ ഓഫ് വർക്ക് പീസ് വിൽ നോട്ട് ക്രിയേറ്റ് ഫ്രിക്ഷൻ വർക്കേഴ്സ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ്. നമ്മൾ ഏതെങ്കിലും റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതാണ് റിജക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ഇന്നാൾ ചെയ്തതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല അവിടെ. ഇൻസ്പെക്ടേഴ്സ് ക്യാൻ ബി സൂപ്പർവൈസറി ഈസിലി. ദ ഇൻസ്പെക്ടേഴ്സ് ബിക്കം സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻ ദയർ വർക്ക്. അതിൽ അയാൾ സ്കിൽഡ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ ഇൻക്രീസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മോർ ചാൻസ് ഫോർ ഒക്കറൻസ് ഓഫ് ഡിഫക്റ്റ് ഡ്യൂ ടു ഹാൻഡ്ലിംഗ്. ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ ഈസ് കോസ്റ്റ്ലിയർ. സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു.